പിന്നെ ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി, ഓഡിയോ ക്വാളിറ്റി എല്ലാം നിങ്ങൾ കണ്ടിട്ട് പറയണം. എന്നാലേ, അല്ലെങ്കിൽ എനിക്ക് ആദർശാണ് തന്നൊരു മൈക്കുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ആ മൈക്ക് ഉപയോഗിക്കാനാണ്. ഓക്കെ, ഹലോ ഗൈസ്, ഹായ് ഗൈസ് ആൻഡ് ഹൗ ആർ യു? എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇച്ചിരി സ്പെഷ്യലാണ് ഗൈസ്. അതായത് ഞാൻ വ്ലോഗ് തുടങ്ങുന്ന സമയം 2019-20 ആകുമ്പം, അപ്പോൾ ആ സമയത്ത് എല്ലാ ഫേമസ് യൂട്യൂബേഴ്സിൻ്റെ കയ്യിലും ഞാൻ കണ്ടതെന്ന് പറയുമ്പം ഒരു സെൽഫി സ്റ്റിക്ക് പോലുള്ള കാര്യം, അതിൻ്റെ ഏറ്റവും അറ്റത്ത് ഒരു ഗോപ്രോ അല്ല, ഒരു ചെറിയ ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആ ഒരു കൗതുകത്തിൽ ഞാൻ അച്ഛനടുത്ത് പറഞ്ഞു, അച്ഛൻ ഇത് വാങ്ങിച്ച് തരൂ, ഇതാകുമ്പോൾ വെള്ളത്തിലൊക്കെ മുക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അച്ഛൻ്റെ അടുത്ത് കുറേ പറഞ്ഞു നോക്കി. പക്ഷേ അപ്പം വാങ്ങിച്ചു തരാൻ പറ്റിയ ആ ഒരു ഇതിലല്ലായിരുന്നു. അപ്പം അച്ഛൻ പറഞ്ഞ്, എടാ ഇപ്പം ഫോണിൽ റെക്കോർഡ് ചെയ്യുമല്ലേ, അത് പോരെ എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ പറഞ്ഞതാണ് കാര്യം. അങ്ങനെ കുറേ നാൾ പിന്നെ ഞാൻ പെട്ടെന്ന് പിണങ്ങും. അപ്പം ഞാൻ പിന്നെ കുറേ നാൾ അച്ഛനത്ത് പിണങ്ങിയൊക്കെ നടന്ന് മിണ്ടുമൊക്കെ ചെയ്യും. പക്ഷെ എന്നാലും ഈ ഒരു കാര്യം ഞാൻ ഇങ്ങനെ മനസ്സിലിട്ടേക്കും. അപ്പം അങ്ങനെ 2021-22 ആയപ്പം ഞാൻ മൊത്തത്തിൽ പറയുന്നില്ല, വീട്ടിൽ ഇടയ്ക്കിടയ്ക്കില്ല കുത്തി ചോദിക്കും, ഒരു ഗോപ്രോയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ വ്ലോഗൊക്കെ നന്നാക്കായിരുന്നു എന്ന് പറയുമായിരുന്നു. 2020 എനിക്ക് ഗോപ്രോ ആദ്യം ചേട്ടനാണ് പറയുന്നത്, ഞാൻ അങ്ങനെയാണ് അതിൻ്റെ പേര് കണ്ടുപിടിച്ചത്. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ 2023 ആയപ്പം എനിക്ക് കോളേജ് ചേരണം. അപ്പോൾ കോളേജ് ചേരാൻ നേരത്തെ ഞാൻ അച്ഛനടുത്ത് എനിക്ക് പറയാൻ നല്ല ഓർമ്മയുണ്ട്, അച്ഛാ ഒരു ഐഫോൺ വാങ്ങിച്ചു തരുമോ, കോളേജ് ചേരുന്നതിന് കുറച്ച് മാസങ്ങൾ മുമ്പ്. അപ്പം ഒരു ഐഫോൺ വാങ്ങിച്ചു തരുമോ വെച്ചാൽ, അതാകുമ്പം നല്ലോണം വീഡിയോ എടുക്കാൻ പറ്റും, ഫോട്ടോ എടുക്കാൻ പറ്റും, അങ്ങനെയൊക്കെയാണ്, ഇച്ചിരി ഒന്ന് ഐഫോൺ ഒന്ന് എടുത്ത് തരുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഐഫോൺ നമുക്ക് എപ്പോഴെങ്കിലും നമുക്ക് ഐഫോൺ എടുക്കാം എന്നാണ് അച്ഛൻ പറഞ്ഞത്. എനിക്ക് 100% ഉറപ്പാണ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ആ ഹോപ്പും വെച്ച് ഐഫോൺ എന്നും പറഞ്ഞിരുന്നു. അങ്ങനെ കോളേജ് ചേർന്ന് കുറച്ച് ആൾ കഴിഞ്ഞപ്പം പിന്നെ എനിക്ക് ഈ ഗോപ്രോയുടെ അടുത്ത് ഒരു ഇഷ്ടം തോന്നി. അപ്പം പിന്നെ ഞാൻ അച്ഛനടുത്ത് ഗോപ്രോ പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഗോപ്രോ മക്കളെടാ വാങ്ങിക്കാടാ, കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ഗോപ്രോ വാങ്ങിച്ചാൽ പോരെ. അങ്ങനെ ഒരു 1K അല്ലെന്ന് തോന്നുന്നു, 1Kയിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സായി. 1K കൂടുതൽ സബ്സ്ക്രൈബേഴ്സായപ്പം ഞാനാണെങ്കിൽ വീട്ടിൽ എനിക്കാണെങ്കിൽ എഡിറ്റിംഗ് ഈ കാര്യങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ എഡിറ്റ് ചെയ്യാനായിട്ട് ഞാൻ ലാപ്പ് ചോദിച്ചു. ലാപ്പെന്ന് പറയുമ്പം എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ലാപ്പ്. അപ്പം ഇങ്ങനെ തിരക്കി വന്നപ്പം മാക്ബുക്കാണ് ഏറ്റവും കിടിലം. അങ്ങനെ ഞാൻ അച്ഛനടുത്ത് പറഞ്ഞു, അച്ഛാ ഒരു മാക്ബുക്ക് ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എഡിറ്റിങ് നല്ല സ്മൂത്താക്കായിരുന്നു. ആ സമയത്ത് ഞാൻ ഇല്ല എഡിറ്റ് ചെയ്ത് വരുന്ന എഡിറ്റിങ് പഠിച്ച് വരുന്ന ടൈമാണ്. അപ്പം അങ്ങനെ എഡിറ്റൊക്കെ ചെയ്ത് അവസാനം ലാപ്പ് വാങ്ങിച്ച് തരാം എന്നുള്ളൊരു രീതിയായി. പക്ഷേ ഏത് ലാപ്പ് എടുക്കണം, എങ്ങനത്തെ എടുക്കണം, ഗ്രാഫിക്സ് കാർഡൊക്കെ എന്തൊക്കെ വേണമെന്നൊന്നും എനിക്കൊരു പിടുത്തമില്ല. അങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് ഇരുന്ന് റിസർച്ച് ചെയ്യാൻ തുടങ്ങി. അതിനെക്കുറിച്ച് മൊത്തം പഠിച്ച് RTX വേണോ GTX വേണോ എന്നെല്ലാം പറഞ്ഞ് ലാപ്ടോപ്പിനൊക്കെ കുറിച്ച് മൊത്തവും ഞാൻ പഠിച്ച്. അങ്ങനെ ഞാൻ അച്ഛനടുത്ത് പറഞ്ഞ, അച്ഛാ എനിക്ക് ലെനോവോ LOQ ഒന്ന് എടുത്ത് തരുമെന്ന് പറഞ്ഞു. 2024 ഞാൻ പറയുന്നത്. ലെനോവോ LOQ ഒന്ന് എടുത്ത് തരുമെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞ് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ എനിക്കൊരു ഹോപ്പ് വരുവാണ് ചെയ്തത്. അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് നാൾക്ക് ശേഷം ഞാനാണെങ്കിൽ ഈ ലാപ്ടോപ്പ് മാറിയിട്ട് ലാപ്ടോപ്പും ഗോപ്രോയും കൂടെ ഐഫോണും കൂടെ വീട്ടിൽ ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞു, എടാ ഇപ്പം വാങ്ങിച്ച് തരാം. അതായത് ഞാനാണെങ്കിൽ അവരിങ്ങനെ പ്രഷറൈസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഗോപ്രോ ഐഫോൺ ലാപ്ടോപ്പ് ഇങ്ങനെ പ്രഷറൈസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പം ചേട്ടൻ്റെ നിശ്ചയമായി. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഈ ഗോപ്രോ ഐഫോൺ ഈ സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ പറ്റത്തില്ല, കാരണം നിശ്ചയത്തിന് ചിലവുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പം ഗോപ്രോ സാധ്യമല്ല. അങ്ങനെ ഞാൻ ആദർശണ്ണൻ്റെ Insta 360 വീഡിയോ എടുത്തത്. അപ്പം നിശ്ചയത്തിൻ്റെ വീഡിയോ നിങ്ങളെല്ലാം കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ 2-3 ഫുട്ടേജസ് എല്ലാം Insta 360 ഞാൻ എടുത്തത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ അടുത്ത് കിട്ടൂസ് ലാപ്ടോപ്പ് വാങ്ങിച്ച്. സെയിൽ ടൈമാണ്. അപ്പം ആമസോണിലെ ബിഗ് ബില്യൺ ഡേയ്സും എന്താണെന്തോ എനിക്കറിയത്തില്ല, ആമസോണിൻ്റെ സെയിൽ ടൈമാണ്. അപ്പോൾ ഞാൻ അച്ഛനടുത്ത് പറഞ്ഞു, അച്ഛാ ഇച്ചിരി ഒന്ന് ഗോപ്രോ വാങ്ങിച്ചു വെച്ചാൽ എന്തൊരു വെച്ചാൽ കുറേ നാളുകൊണ്ട് പറയുമല്ലേ. അപ്പോൾ അച്ഛൻ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഒന്നും മിണ്ടിയില്ല. പിന്നെ കുറച്ച് നേരത്തേക്ക് കയറുമായിരുന്നു.
ഒന്നും മിണ്ടിയില്ല, അമ്മയുടെ അടുത്തും മിണ്ടിയില്ല, അച്ഛൻ്റെ അടുത്തും മിണ്ടിയില്ല. വെറുതെ ഇങ്ങനെ മിണ്ടാതെ നടന്നു. അപ്പം കുറച്ച് കഴിഞ്ഞപ്പം അച്ഛനാണെങ്കിൽ ഗോപ്രോയുടെ വിലയൊക്കെ വിളിച്ച് തിരക്കി. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു ഏത് ഗോപ്രോയാണ് നല്ലത് മക്കളെ, ഈ ലാപ്പിൽ നിനക്ക് എഡിറ്റിംഗ് ഒന്നും പറ്റൂലേ, എഡിറ്റിംഗ് പറ്റത്തില്ലെങ്കിൽ അച്ഛൻ്റെ അടുത്ത് പറ. ഞാൻ പറഞ്ഞില്ല പറ്റും, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ പഠിക്കാനുള്ളതായാലും ടാലി ആയാലും എന്തായാലും അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് പഠിച്ചോളാം അച്ഛൻ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ നേരെ ബാബാസിലോ വേറെ ഏതോ ഡി ക്യാം ബാബാസ് ഇവിടെ എല്ലാം ഗോപ്രോയെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ അവരെല്ലാം പറയുന്നതെന്ന് പറഞ്ഞാൽ ഹീറോ 13 ബണ്ടിലുണ്ട്, 12 ഇപ്പം അങ്ങനെ വരാറില്ല എന്നാണ് പറഞ്ഞത്. കാരണം പുതിയ ബണ്ടിൽ ഇറങ്ങുമ്പം അവർ പഴയത് കൊടുത്ത് തീർക്കത്തേ ഉള്ളൂ. അപ്പോൾ എല്ലാം 12 ക്യാമറ മാത്രമായിട്ടുള്ള പീസായിരിക്കുന്നത്. അങ്ങനെ എങ്ങനെയോ ഭാഗ്യത്തിന് പെട്ടെന്ന് ഒരു ദിവസം അച്ഛനടുത്ത് ചോദിച്ച് ഗോപ്രോ ആണ് നല്ലത്. അച്ഛൻ ഇവിടെ ഇരിക്കുന്ന സമയം, ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ട് അച്ഛൻ ഇവിടെ സൈഡിൽ ഇരിക്കുന്ന സമയം, ഏത് ഗോപ്രോ ആണ് നമുക്ക് വേണ്ടത്, ഇങ്ങനെ ഭയങ്കര സ്നേഹത്തോടെയൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ പേര് പറഞ്ഞു, അച്ഛാ ഹീറോ 12 വാങ്ങിക്കുക, അതാകുമ്പോൾ 25 രൂപയുള്ളൂ, മറ്റേ 13 ആകുമ്പോൾ 30 കഴിഞ്ഞ് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ പറഞ്ഞ് കടയിലൊക്കെ തിരക്കി നോക്കിയപ്പോൾ 12 ഇല്ല. പിന്നെ നമ്മൾ ഓൺലൈൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തപ്പോൾ നോക്കി ബണ്ടിലൊന്നും അവൈലബിൾ അല്ല, ആകപ്പാടെ അവൈലബിൾ ക്യാമറ മാത്രമേ ഉള്ളൂ. സോ എന്ത് ചെയ്യാനാ, ക്യാമറ മാത്രം ഓർഡർ ചെയ്ത് സ്റ്റിക്ക് മാത്രം സെപ്പറേറ്റ് വാങ്ങിച്ച്. സത്യത്തിൽ സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ ഇതിൽ ഹാൻഡ് ഗ്രിപ്പ് എന്നാണ് ഇത് പറയുന്നത്. അപ്പം അത് നല്ല രീതിയിൽ ഗോപ്രോ ഹാൻഡിൽ ചെയ്യും സാധനം. അപ്പം പിന്നെ ഇതിന് മാത്രം 3000 രൂപ എങ്ങാണ്ടാവും, അത്ര അങ്ങനെ എന്തോ ആണ് പൈസ, 3500. അപ്പം അങ്ങനെ ഓർഡർ ചെയ്തു, അതും വാങ്ങിച്ചു. ഇപ്പം അതിലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഗോപ്രോ എടുക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ലാരിറ്റിയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം, പിന്നെ ഓഡിയോയുടെ കാര്യത്തിൽ എനിക്ക് വലിയ ഉറപ്പില്ലായിരുന്നു. ബട്ട് 1-2 ഫുട്ടേജ് എടുത്തതിന് ശേഷം എനിക്ക് മനസ്സിലായി ഓഡിയോ അത്യാവശ്യം കൊള്ളാം. വീഡിയോ ക്ലാരിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. HDR എടുക്കാം, അതുപോലെ 5.3K എടുക്കാം, അതുപോലെ കളർ ഗ്രേഡ് ചെയ്യാൻ പറ്റിയ ലോഗ് പ്രൊഫൈലിട്ട് നമുക്ക് എടുക്കാം, സ്റ്റാൻഡേർഡ് മോഡിലെടുക്കാം. അതായത് 4K 120 FPS വരെ, 120 240 FPS വരെയൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഒന്നും നോക്കിയില്ല, ഇത് ഓർഡർ ചെയ്തു, വാങ്ങിച്ചു തന്നു. സത്യത്തിൽ ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു. ഈ സന്തോഷം കൊണ്ട് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ അതങ്ങോട്ട് അതിന് അങ്ങ് സാധിച്ചില്ല ഗൈസ്, അതാണ്. സോ സത്യത്തിൽ അച്ഛൻ ഇത് വാങ്ങിച്ച് തന്നത് സത്യത്തിൽ എനിക്ക് ഒരു വലിയ കാര്യമായിട്ടാണ്. ബാക്കിയുള്ളവർ ചിലപ്പം ഗോപ്രോ ഇല്ലേ കുഴപ്പമില്ല, എൻ്റെ അടുത്ത് കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞായിരുന്നു ഗോപ്രോ ഇല്ലേ അതെല്ലാ വ്ളോഗേഴ്സിൻ്റെ ഉള്ളതില്ലേ, അതിപ്പോൾ വാങ്ങിച്ചതിന് എന്തിനാ കുഴപ്പം. പക്ഷേ എന്നെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യമാണ്. അത് ഇത്രയും കാര്യം കേട്ടുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലായി കാണും. എന്നെ സംബന്ധിച്ച് അത് വളരെ വലിയൊരു കാര്യമാണ്. സോ ഗൈസ്, ഞാൻ എന്ത് ചെയ്തു, യൂട്യൂബിൽ നിന്ന് റവന്യൂ പോലും എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ അച്ഛൻ എനിക്ക് ഇത് വാങ്ങിച്ചു തന്നു. എനിക്കിനി എങ്ങനെയെങ്കിലും യൂട്യൂബിൽ നിന്ന് റവന്യൂ കണ്ടെത്തണം, റവന്യൂ ഒപ്പിക്കണം, എക്സെട്ര. ആൻഡ് താങ്ക് യു അച്ഛ ഫോർ ദിസ് ബൈയിങ് ഫോർ ദിസ് പ്രൊഡക്റ്റ് ടു മീ. താങ്ക് യു. അപ്പം അതിനായിരുന്നു ഇന്നത്തെ ചെറിയ വീഡിയോ. അതാണ് ഞാൻ പറഞ്ഞത്, വ്ളോഗ് ഇനി മുതൽ വ്ളോഗ്, ഫാമിലി വ്ളോഗ്, അതുപോലെ തന്നെ ഫുഡ് വ്ളോഗ്, ഇതെല്ലാം ഗോപ്രോയിലായിരിക്കും. പിന്നെ ബാറ്ററി നമ്മൾ എക്സ്ട്രാ ബാറ്ററി വാങ്ങിച്ചിട്ടുണ്ട്, ഇനി സ്ട്രാപ്പൊക്കെ വാങ്ങിക്കണം, അങ്ങനെയൊക്കെയാണ്. എനിവേ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഗൈസ്. പിന്നെ ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി, ഓഡിയോ ക്വാളിറ്റി എല്ലാം നിങ്ങൾ കണ്ടിട്ട് പറയണം. എന്നാലേ, അല്ലെങ്കിൽ എനിക്ക് ആദർശാണ് തന്നൊരു മൈക്കുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ആ മൈക്ക് ഉപയോഗിക്കാനാണ്. ഓക്കെ, എനിവേ ടുഡേ ഐ എം സൈനിങ് ഓഫ്, വ്ളോഗർ കിത്തു ആൻഡ് പീപ്പിൾ കോൾ മീ VK ഗൈസ്. പഴയ ഒരു ഔട്ട്ഡ്രോ ആണ്, ആ ഒരു ഓർമ്മയിൽ ചെയ്തതാണ്. ഓക്കെ.